നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആൺ സുഹൃത്തിനൊപ്പം പോകാൻ വീട്ടിൽ നിന്നിറങ്ങി കിലോമീറ്ററുകൾക്കപ്പുറത്തെത്തി കാത്തിരുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കൃത്യവും സമയോചിതവുമായ ഇടപെടലിലൂടെ തിരിച്ചെത്തിച്ച മഞ്ചേരി പോലീസ്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. തിരികെ എത്തിച്ച പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിടണമെന്ന നിർദ്ദേശത്തോടെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടു. വീട്ടുകാരുടെ പരാതി കിട്ടിയ ഉടൻ പോലീസ് നടത്തിയ ജാഗ്രതയേറിയ നീക്കമാണ് ശുഭപര്യവസാനത്തിലെത്തിയത്. രാവിലെയാണ് പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയത്. ആലപ്പുഴക്കാരനായ സുഹൃത്ത് ട്രെയിനിലെത്തുന്നതും കാത്ത് തിരൂരിൽ ഇരിക്കുകയായിരുന്നു. ഫോൺ ഉപയോഗിച്ചതിന് വഴക്കു പറഞ്ഞ ജ്യേഷ്ഠനെതിരെ പരാതിപ്പെടാൻ മഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുവെന്നായിരുന്നു വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞത്. ഉച്ചയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. അപ്പോഴാണ് കുട്ടിക്ക് ആൺ സുഹൃത്തുള്ള വിവരം അറിഞ്ഞത്. ആ സുഹൃത്തിന്റെ നമ്പറിലേക്ക് വിളിച്ചു. തനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിയാനായിരുന്നു ഇയാളുടെ ശ്രമം. പോലീസ് സ്വരം കടുപ്പിച്ചു. പെൺകുട്ടി ഒപ്പമില്ലെന്നും എവിടെയാണ് ഉള്ളതെന്ന് അറിയില്ലെന്നും മറുപടി. കുട്ടി വിളിച്ചാൽ അപ്പോൾ അറിയിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. അങ്ങനെ ചെയ്യാമെന്നും മറുപടി. കുറച്ചു കഴിഞ്ഞ് സുഹൃത്തിന്റെ ഫോണിലേക്ക് പെൺകുട്ടിയുടെ വിളി വന്നു. മഞ്ചേരി പോലീസിന്റെ നമ്പർ കൂടി ചേർത്ത് കോൺഫറൻസ് കോളിലൂടെയാണ് സുഹൃത്ത് അറ്റൻഡ് ചെയ്തത്. പെൺകുട്ടി വിളിക്കുന്ന ഫോണിന്റെ നമ്പർ മനസ്സിലാക്കിയ പോലീസ് ഉടൻ ആ നമ്പറിൽ വിളിച്ചു. കുറ്റിപ്പുറത്തേക്കുള്ള ബസ്സിലെ ഒരു യാത്രക്കാരിയുടേതായിരുന്നു ഫോൺ നമ്പർ. സഹോദരനെ വിളിക്കാനെന്ന് പറഞ്ഞ് തിരൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് പെൺകുട്ടി ഫോൺ വാങ്ങിയ കാര്യം അവർ പോലീസിനെ അറിയിച്ചു. മഞ്ചേരി പോലീസ് ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ തിരൂർ പോലീസിന് ഉടൻ കൈമാറി. തിരൂർ SI സുജിത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് അരമണിക്കൂറിനുള്ളിൽ കുട്ടിയെ കണ്ടെത്തി. മഞ്ചേരിയിൽ നിന്ന് വനിതാ പോലീസ് എത്തി കൂട്ടിക്കൊണ്ടുവന്നു. കുട്ടിയെ കണ്ടെത്താൻ വിവരങ്ങൾ ശേഖരിച്ച് നേതൃത്വം നൽകിയത് മഞ്ചേരി CPO നിഷാദായിരുന്നു.